വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി മാത്സ്. എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങി എന്ന് വിചാരിക്കോ. എല്ലാം ഓണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഇനി വീണ്ടും എക്സാം ഒക്കെ ആവാറായി കാണും. അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങണം. എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എടുക്കുന്നതെല്ലാം അന്നന്ന് തന്നെ ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്ടൊക്കെ തീരാറായിട്ടുണ്ട്. രണ്ടും CBSE ആയാലും സ്റ്റേറ്റ് ആയാലും ഫസ്റ്റ് ചാപ്റ്റർ ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുവാണ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കഴിയാറായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും ഡെയിലി വാച്ച് ചെയ്യുക. തരുന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് തരുന്നത്. മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കണം. ചെയ്യുമ്പോൾ കിട്ടും എന്ന് വിചാരിക്കുക. എന്തായാലും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് CBSE-കാരുടെ ക്ലാസ് ആണ് എടുക്കുന്നത്. നമ്മൾ എന്താ പഠിച്ച സം കാണാനായിട്ട് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. സം എന്തായിരുന്നു? സമ്മിൻ്റെ രണ്ട് ഇക്വേഷൻ n/2 × 2a + n - 1 × d യും n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതായത് ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം അറിയുകയാണെങ്കിൽ a1 + an എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അറിയാമെങ്കിൽ നമ്മൾ അത് ചെയ്യും. ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് അപ്ലൈ ചെയ്യും. രണ്ട് എക്സാമ്പിൾ ചെയ്തു. മൂന്നാമത്തെ എക്സാമ്പിൾ, അതായത് എക്സാമ്പിൾ 13. How many terms of the AP 24, 21, 18, etc. must be taken so that their sum is 78? നമുക്ക് എന്താ കണ്ടത്? സമ്മ് തന്നിട്ട് AP തന്നിട്ടുണ്ട്. കാണുന്നത് n ആണ്. അപ്പൊ ഫസ്റ്റ് ടേം അറിയില്ല, ലാസ്റ്റ് ടേം അറിയില്ല. അപ്പൊ ഏതാണ് എന്നിന്റെ ഇക്വേഷൻ? സമ്മിന്റെ ഇക്വേഷൻ Sn = ഫസ്റ്റത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. 2a + n - 1 × d എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 78. നമുക്ക് n ആണ് അറിയാത്തത്. അപ്പൊ ഇതിലേക്ക് ബാക്കിയെല്ലാം അപ്ലൈ ചെയ്യാം. അതായത് = n/2 × a എത്ര? 24. 2 × 24 + n - 1 അറിയില്ല, അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. d എത്രയാണ് ഇവിടെ വരുന്നത്? -3 = 78. ഈ 2-നെ നമുക്ക് അപ്പുറത്തേക്ക് ആദ്യം കൊണ്ടുപോകാം. അപ്പൊ n × ഇവിടെ എന്ത് വരും? 48 + -3n + 3 = 78 × 2 എന്നായി. ഇനി എന്ത് ചെയ്യണം? ഉള്ളിലുള്ളത് നമുക്ക് സോൾവ് ചെയ്യാം. 48 + 3 51. 51 - 3n = ഇത് എത്രയാ നോക്കാം? 156. ഇനി n-നുള്ളിലോട്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 51n - 3n² = 156. അപ്പോൾ ഇവിടെ കിടക്കുന്ന n² ടേം നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രൂപത്തിലാവും. n² ടേം എന്ന് പറയുന്നത് നെഗറ്റീവ്. അപ്പോൾ എല്ലാത്തിനും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഇതിനെ അപ്രസയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3n² - 51n + 156 = 0. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കോമൺ ആയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n² - 51/3 17n + 52 = 0. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ വെച്ച് സോൾവ് ചെയ്യണമെന്നില്ല. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, അതും നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പോളിനോമിയൽ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 52, അതായത് പ്രൊഡക്റ്റ് 52. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് സം -17 ആണ് വരുന്നത്. കിട്ടുന്ന സംഖ്യക്ക് 2 നെഗറ്റീവ് കൊടുക്കാം. അപ്പോൾ ഇവിടെ സം എന്ന് പറയുന്നതാണ് -17 അല്ലെങ്കിൽ 17 കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് സം കിട്ടുന്നതിന് നമുക്ക് 2 നെഗറ്റീവ് കൊടുക്കാം. ഏതാ വരെ? 52-ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. 2 കൊണ്ട് ചെയ്യുവാണെങ്കിൽ എന്ത് വരും? 26 2. പിന്നെ ഏതാ വരെ? 13 × 4. 13 + 4 17. അപ്പൊ നമുക്ക് സംഖ്യകൾ ഏതൊക്കെ കിട്ടി? 13ഉം 4ഉം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n - 13 × n - 4 = 0. രണ്ടും സെയിം സൈൻ ആണ് വരുന്നത്. അപ്പൊ n-ന്റെ വാല്യൂ എന്ത് വരും? 13 അല്ലെങ്കിൽ 4. 13 ആയാലും 4 ആയാലും ആൻസർ ശരിയാണ്. 13 4 രണ്ട് ആൻസർ ആണ് n-ന് വരുന്നത്. ജസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തു. ലാസ്റ്റ് വരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ അത് നമ്മൾ പോളിനോമിയൽ ആയിട്ട് ചെയ്യുക. ഏതൊരു അല്ലെങ്കിൽ b² - 4ac നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ചെയ്താലും കിട്ടും. ഇല്ലെങ്കിൽ ഇത് പോളിനോമിയൽ വെച്ച് ചെയ്താലും എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത എക്സാമ്പിൾ 14 ആണ്. Find the sum of the first 1000 positive integers, the first n positive integers. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമുക്കിത് നമ്മൾ ഇത്ര നേരം ചെയ്ത മെത്തേഡ് 1000 പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ n എത്രയാ?
1000. അതായത് 1 2 3 എക്സെട്ര അപ് ടു 1000. A1ഉം ലാസ്റ്റ് ടേം 1000. അപ്പൊ നമ്മുടെ SN എന്ന് പറഞ്ഞ ഇക്വേഷൻ S1000 അല്ലേ കാണാൻ പറഞ്ഞ n/2. ഇവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണ്ടേ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം A1 പ്ലസ് AN. എന്ന് പറയുന്നത് 1000/2. A1 എന്ന് പറയുന്നത് 1, AN എന്ന് പറയുന്നത് 1000. അപ്പൊ എന്ത് വരും? 1000/2 500 into 1001 ചെയ്യുമ്പോ എന്ത് വരും? ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് n പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് എത്തും. അത് ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഈ മെത്തേഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോ ഈ മെത്തേഡ് നിങ്ങൾ കാണിച്ചെന്ന് മാത്രം. നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെയല്ല. ഇനി ഫസ്റ്റ് n പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫസ്റ്റ് n പോസിറ്റീവ്. അപ്പൊ n പകരം n തന്നെ കൊടുക്കാം. അപ്പൊ n/2 ഇൻറ്റു എന്ത് വരും? ഫസ്റ്റ് ടേം 1, ലാസ്റ്റ് ടേം n അല്ലേ? അതിന് നമ്മൾ എങ്ങനെ എഴുതാം? n ഇൻറ്റു n+1/2. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് എന്ന് കാണിച്ചതാണ്. അപ്പൊ നമുക്ക് വേണ്ട ഇക്വേഷൻ എന്താ? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ n ഇൻറ്റു n+1/2. മറക്കരുത്. ഇനി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ഇത് എഴുതി വെക്കണം. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് n ഇൻറ്റു n+1/2. അപ്പൊ നമുക്ക് ഈ ചെയ്ത മെത്തേഡ് ഒന്നും വേണ്ടായിരുന്നു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് 1000 നാച്ചുറൽ നമ്പർ ആണ് പറഞ്ഞത്. 1000 ഇൻറ്റു 1000+1 1001/2 നമുക്ക് നേരിട്ട് ആൻസർ കിട്ടുമായിരുന്നു ഇല്ലേ? നേരിട്ട് ഇങ്ങനെ ആൻസർ നമുക്ക് കിട്ടുമായിരുന്നു ഈ ഒരു ഇക്വേഷൻ. ഇപ്പൊ ഫസ്റ്റ് 1000 പോയി 100 വരുവാണെങ്കിൽ 100 ഇൻറ്റു 101, 50 വരുവാണെങ്കിൽ 50 ഇൻറ്റു 50 ആണ് 51. എത്രയാണോ കാണുക അതേ ഇൻറ്റു അതേ +1/2. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എഴുതി തന്നെ പഠിക്കുക. n ഇൻറ്റു n+1/2 ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണുവാൻ. ക്ലിയർ? അപ്പൊ അടുത്ത എക്സാമ്പിൾ 15. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ഓഫ് ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് whose nth ടേം തന്നിട്ടുണ്ട്. nth ടേം is given by an is equal to 3 plus 2n. അപ്പൊ നമുക്ക് സം കാണാനാണ് പറയുന്നത്. 24. യെസ് 24 ആണ് കാണേണ്ടത്. അപ്പൊ ഇക്വേഷൻ എന്തായിരുന്നു? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അപ്പൊ എന്തൊരു n/2 എന്ന് പറയുന്നത് 24/2 ഇൻറ്റു 2a പ്ലസ് 23d. ഇനി നമുക്ക് എന്തൊക്കെ വേണം? a വേണം, d വേണം. a കിട്ടാൻ എന്ത് ചെയ്യണം? n is equal to 1 കൊടുക്കാം. അപ്പൊ ഇവിടെ n ന് 1 കൊടുക്കുമ്പോൾ a1 is equal to എന്ത് വരും? 3 plus 2 5 കിട്ടി. 3 plus 2 5. ഇനി d കാണണം. d കാണണമെങ്കിൽ a2 കൂടെ കണ്ടുപിടിക്കുക. a2 എന്ന് പറയുന്നത് എന്ത് വരും? 3 plus 4 7. That is d is equal to 7 minus 5 2. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. d എന്ന് പറയുന്നത് n ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും എപ്പോഴും വരിക. ഇങ്ങനെ വരുമ്പോ a എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള സം ആയിരിക്കും a. 3 plus 2 ഇത് തമ്മിലുള്ള സം aയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 അല്ല n ന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നതാണ് കോമൺ ഡിഫറൻസ് d. അപ്പൊ നമുക്ക് a യും d യും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 24/2 12 വരും. 2 ഇൻറ്റു a എത്രയാ? 5 പ്ലസ് 23 ഇൻറ്റു 2. അപ്പൊ 12 ഇൻറ്റു 10 പ്ലസ് 46. 12 ഇൻറ്റു 56. 56 ഇൻറ്റു 12 എത്രയാ നോക്കാം നമുക്ക്. 672. അപ്പൊ ആൻസർ എത്ര കിട്ടി? 672. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ a1 കിട്ടി. നമുക്ക് വേണമെങ്കിൽ a24 കണ്ടുപിടിക്കാം. a24 കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 3 plus 2 into 24 വരും. അപ്പൊ 3 plus എന്ത് വരും? 48 വന്നു. 51 കിട്ടി. അപ്പൊ നമുക്ക് മറ്റേ ഇക്വേഷനിലേക്ക് കൊടുക്കാം. n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പൊ 5 plus 51. അപ്പൊ 56 വരും. 56 into 12 നേരിട്ട് കിട്ടും. ഇത്രയും ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താലും മതി.
രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് ഈ സെറ്റിലെ ലാസ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ 16. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ഒക്കെയാണ്, പക്ഷെ അതിനൊന്നുമില്ല കേട്ടോ. A manufacturer of TV sets produced 600 sets in the third year. Third year 600 sets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് A3 600. 700 sets in the 7th year. എന്ന് മീൻസ് A7 is equal to 700. പിന്നെന്താ? Assuming that the production increases uniformly by a fixed number every year. എല്ലാ വർഷവും ഒരു ഫിക്സഡ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു എങ്കിൽ എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? ദ പ്രൊഡക്ഷൻ ഇൻ ദ ഫസ്റ്റ് ഇയർ, അതായത് A1. രണ്ടാമത്തെ എന്താ കാണാൻ പറഞ്ഞിരിക്കണേ? ദ പ്രൊഡക്ഷൻ ഇൻ ദ 10th ഇയർ A10. മൂന്നാമത് എന്താ കാണാൻ പറഞ്ഞിരിക്കണേ? ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ഫസ്റ്റ് 7 years S7. ക്വസ്റ്റ്യൻ വളരെ വലുതാണ്, പക്ഷെ ഇത്രയേ ഉള്ളൂ സംഭവം ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് എയും ഡിയും കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കിട്ടും? A+2D is equal to 600. A+6D is equal to 700. ആ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? -4D is equal to -100. D is equal to 25. D 25 എന്ന് കിട്ടി. ഡിയുടെ വാല്യൂ അതിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? A+2 × 25 is equal to 600. A is equal to 600 minus 50. 550. എയും കിട്ടി, ഡിയും കിട്ടി. അപ്പൊ ഫസ്റ്റത്തെ ആൻസർ കിട്ടി. A1 is equal to 550. ഇനി A10 അല്ല രണ്ടാമത് വെച്ചിരിക്കണേ. A10 is equal to A+9D. A എന്ന് പറയുന്നത് എന്താ? 550 പ്ലസ് 9 into D എത്രയാ? 25. അപ്പൊ എന്ത് കിട്ടും? ഈക്വൽ ടു 550 പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരും? 225. ആൻസർ ഈസ് 775. A10. ഇനി കാണാൻ പറഞ്ഞ മൂന്നാമത്തെ S7. S7 നമുക്ക് A7 അറിയാം, A1 അറിയാം. അപ്പൊ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. n/2, that is 7/2 into ഫസ്റ്റ് ടേം A1 plus A7. അപ്പൊ എന്ത് വരും? 7/2 into A1 എത്രയാ? 550 പ്ലസ് A7 700. അപ്പൊ എന്ത് വരും? 7/2 into ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 7 into 625. 7 into 625. 625 into 7. 4375. ആൻസർ എന്ത് കിട്ടി? 4375. കാണുമ്പോൾ വളരെ വലുതായിട്ട് തോന്നും, പക്ഷെ വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പറഞ്ഞു വന്നപ്പോ ഒന്നുമില്ല, വളരെ എളുപ്പമായിട്ട് തോന്നി. ഇത്രയല്ലേ ഉള്ളൂ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ നന്നായിരുന്നു. നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എയ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ A8 is equal to 37 and A12. 12th term 57 എന്ന് തന്നു. AP കണ്ടുപിടിക്കാൻ പറഞ്ഞു. A8 എന്ന് പറയുമ്പോൾ എന്താ? A+7D is equal to 37. A+11D is equal to 57. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? -4D is equal to -20. D is equal to 5 കിട്ടി. ഇനി ആ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ A+7 into 5 is equal to 37. അപ്പോൾ A is equal to 37 minus 35. 2. ഇനി നമ്മുടെ സീക്വൻസ് 2 plus 5 7. 7 plus 5 12 etc. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രീ ടേംസിനാണ് കേപ്പി കാണാൻ പറഞ്ഞു. സം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഓരോ ചെയ്തായിരുന്നു. അപ്പൊ ടേംസ് എന്തായിട്ട് എടുത്തു? A - D, A+D.
സം എന്ന് പറയുമ്പോൾ a മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി എത്രയാ തന്നിരുന്നേ 15 15 പ്രോഡക്റ്റ് 18. അപ്പൊ ഇതെന്ത് വരും 3a is equal to 15 a is equal to 5 എന്ന് കിട്ടി. ഇനി പ്രോഡക്റ്റ് a മൈനസ് ഡി ഇൻറ്റു a മൈനസ് a പ്ലസ് ഡി is equal to 80. അപ്പൊ എന്ത് വരും a ഇൻറ്റു a സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ is equal to 80. എക്ക് 5 കൊടുക്കുക. 5 ഇൻറ്റു 25 മൈനസ് ഡി സ്ക്വയർ is equal to 80. അപ്പോൾ 25 മൈനസ് ഡി സ്ക്വയർ is equal to 80 by 5 16. ബാക്കി ഡി സ്ക്വയർ is equal to 25 minus 16 9. D is equal to plus or minus 3 അല്ലേ? അപ്പൊ നമുക്ക് സീക്വൻസ് കാണാൻ പറഞ്ഞപ്പോൾ ഡിക്ക് പോസിറ്റീവ് 3 കൊടുക്കുവാണെങ്കിൽ ഡി എന്ന് പറയുന്നത് +3 കൊടുക്കുവാണെങ്കിൽ സീക്വൻസ് എന്തുവരും a മൈനസ് ഡി ഫസ്റ്റ്. അപ്പൊ 5 മൈനസ് 3 2 പിന്നെ 5 പിന്നെ 5 a പ്ലസ് ഡി 5 പ്ലസ് 3 8. ഇനി ഡി നെഗറ്റീവ് 3 കൊടുക്കുവാണെങ്കിൽ തിരിച്ചു വരും 8 5 2. ഓക്കെ, ചെയ്തായിരുന്നു എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ്. 2 ക്വസ്റ്റ്യൻ അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്ക് മാറിപ്പോകും. നമ്മൾ a പ്ലസ് ഡി a പ്ലസ് 2d എന്നും പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല, അത് തെറ്റിപ്പോളൂ. ഇങ്ങനെ എടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. The fourth and the last terms of an AP are 11 and 89 respectively. If there are 30 terms in the AP, find the AP and its 23rd term. Second one, the sum of the second and the 7th terms of an AP is 30. If its 15th term is 1 less than twice its 8th term, find the AP. ഇപ്പൊ രണ്ടും മറ്റേ 2018ലും ഇത് 2014ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റ് അല്ല ഇതിന്ന് നിങ്ങളുടെ എക്സാമിന് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് മെയിനായിട്ട്. അപ്പൊ ചെയ്യാൻ ശ്രമിക്കുക, എല്ലാവരും ചെയ്തു നോക്കുക, ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ അയച്ചുതരാൻ പറയുന്നുണ്ടെങ്കിലും ആരും അങ്ങനെ അയച്ചു തരുന്നില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി അയച്ചുതരാൻ നോക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ആ സെറ്റിൽ എക്സാമ്പിൾ കഴിഞ്ഞ് എക്സസൈസ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എക്സാം അപ്പം ഇത് കഴിഞ്ഞു. എത്രയും വരെ എഴുതി പഠിക്കുക, എക്സസൈസ് തീർന്നു. അപ്പം നിങ്ങൾ ഇത്ര എഴുതി പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് എല്ലാവരും ഒരു കാര്യം മറക്കരുത്. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോട് എല്ലാവരോടും ചോദിക്കുക, ചെയ്തോന്ന് ചോദിക്കുക, പറയണം, അവരോട് പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കണം. എന്നിട്ട് അതിനൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി അടുത്ത എക്സസൈസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.